ശാശ്വത സുഖരൂപ സുഖമറിവാൻ ഉള്ളറിവായിട്ടകമി വാഴൂ ഗുരുദേവ വാഴും ഗുരുദേവ എന്നും വാഴും ഗുരുദേവ ശാശ്വത സുഖരൂപ സുഖമറിവാനുള്ളറിവായിട്ടകമേ വാഴും ഗുരുദേവ വാഴും ഗുരുദേവ എന്നും വാഴും ഗുരുദേവ ദൈവം പോലെ മനനം ചെയ്യും അഖിലാത്മനാഥനല്ലയോ അഖില ലോകേശ്വരനല്ലയോ അഖിലാത്മനാഥനായ അഖില ലോകേശ്വരനായ ആശ്രിത വത്സലനായ ഇഹപരലോകത്തിൻ്റെ ഉടമസ്ഥനായ ഉറ്റവനായ ഉടയവനായ ദൈവം ലോകത്തിൽ സ്ഥാപിച്ച ഈ ദിവ്യമായ സ്ഥാപനത്തിൽ ഈ ആദർശത്തിൽ ഒത്തുചേർന്ന് ജീവിക്കുവാൻ പരമഭാഗ്യം ലഭിച്ച പൊന്നോമന സന്താനങ്ങളെ ഈ ഞായറാഴ്ചയുടെ വിശുദ്ധിയിൽ വീണ്ടും ഒത്തുചേരുവാൻ മഹാശക്തി അനുവദിച്ച് അനുഗ്രഹിച്ചതിന് കോടാനുകോടി നന്ദിയോടെ നമുക്ക് സ്തുതിച്ചുകൊണ്ട് ആരാധന ആരംഭിക്കാം. സർവലോകനാഥൻ്റെ മഹാകാരുണ്യം, അതിനെ മുൻനിർത്തിയുള്ള ആദർശ ജീവിതം, നിയമജീവിതം, ഇത് തന്നെയാണ് ആത്മബോധോദയ സംഘം എപ്പോഴും മുന്നോട്ട് വയ്ക്കുന്ന ഏറ്റവും പ്രധാനമായ കർമ്മ പദ്ധതി. അതില്ലാതെ ആദർശമില്ല. നിയമപ്രകാരമുള്ള ജീവിതമില്ലാതെ ആദർശം ഒരിക്കലും പൂർത്തിയാകുന്നില്ല. അതിശ്രേഷ്ഠമായ അറിവാണ് ആദർശം എന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞ ഉന്നതനാകുന്ന ഗുരുവിൻ്റെ തിരുനാമത്തിൽ ആശ്രയിച്ച് ജീവിക്കുമ്പോൾ അതിശ്രേഷ്ഠമായ അറിവിനെ നമ്മൾ സ്വീകരിച്ച് അതിശ്രേഷ്ഠമായ ചിന്തകൾ ചെയ്ത്
അതിശ്രേഷ്ഠമായ വാക്കുകൾ ഉച്ചരിച്ച് അതിശ്രേഷ്ഠമായ കർമ്മങ്ങൾ ചെയ്ത് അതിനെ പൂർത്തീകരിക്കുമ്പോഴാണ് ഒരു ജന്മം ആദർശമായി പൂർത്തീകരിക്കപ്പെടുന്നത്. അല്ലാതെ ഈ അറിവിനെ കേട്ടതുകൊണ്ട് മാത്രം ആദർശമാകുന്നില്ല. അപ്പോൾ ദൈവത്താൽ സ്ഥാപിച്ച് ദൈവം നടത്തുന്ന ഈ ആത്മബോധോദയ സംഘത്തിൻ്റെ അംഗങ്ങളായി തീർന്നിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും എപ്പോഴും നിങ്ങളുടെ ചിന്ത അതിശ്രേഷ്ഠമായിരിക്കണം, വാക്കുകൾ അതിശ്രേഷ്ഠമായിരിക്കണം, കർമ്മങ്ങൾ അതിശ്രേഷ്ഠമായിരിക്കണം. ആ നിലയിൽ നിങ്ങളെ നിലനിർത്തിക്കൊണ്ട് പോകുന്നതിന് വേണ്ടിയുള്ള നിയമങ്ങളാണ് ലോകത്തിൽ സ്ഥാപിച്ചിരിക്കുന്നത്. പലരും വിചാരിക്കും ഇത്രയേറെ നിയമങ്ങൾ എന്തിനാണ്, ഇങ്ങനെ എന്തിനാണ് ഇത്രയും വ്രതങ്ങൾ എന്നൊക്കെ പലരും ചിന്തിക്കുന്നവരുണ്ടാകാം. പക്ഷെ ഇതിൻ്റെ ഗുണമറിഞ്ഞവരാരും ഈ അനുഭവ സുഖത്തിലേക്ക് എത്തിയവരാരും ഒരിക്കലും അങ്ങനെ തിരിഞ്ഞു ചിന്തിക്കുകയില്ല. എത്ര ചെയ്താലും അവർക്ക് പോരാ പോരാ എന്നുള്ള തോന്നലേ ഉണ്ടാകും. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇതൊരു പ്രത്യേക മധുരമാണ്, ലോകത്തിലെ മധുരമല്ല. ലോകത്തിലെ മധുരം നമ്മൾ കുറേ അധികം കഴിച്ചു കഴിയുമ്പോൾ നമുക്കൊരു മടിപ്പ് തോന്നും. ഇതങ്ങനെയല്ല, എത്ര ലഭിച്ചാലും പോരാ പോരാ എന്ന് തോന്നുന്ന, തേനിനേക്കാളും തേൻ കട്ടയേക്കാളും അതിമധുരം എൻ്റെ ഗുരുവിൻ്റെ തിരുമൊഴി. സർവജ്ഞാനമാകുന്ന ആ തേനോലുന്ന തേൻമൊഴി ഒരു ഹൃദയത്തിലേക്ക് പതിച്ചു കഴിഞ്ഞാൽ തേനിനേക്കാളും തേൻകട്ടയേക്കാളും അതിമധുരമായിട്ടങ്ങനെ അനുഭവമാവുകയാണ്. അതിൻ്റെ പേര് ആനന്ദപ്പൂമധു എന്ന് മറ്റൊരിടത്തും പറഞ്ഞിട്ടുണ്ട്, മറ്റു പലയിടത്തും പറഞ്ഞിട്ടുണ്ട്. ആനന്ദപ്പൂമധു, അതിൻ്റെ ഒരു ഒറ്റ വാക്ക് അതേ പറയാൻ പറ്റുന്നുള്ളൂ. ലോകത്തിൽ നിന്ന് ലഭിക്കുന്ന അക്ഷരങ്ങൾ കൊണ്ടല്ലേ ഇതൊക്കെ വർണ്ണിച്ച് നിങ്ങളെ ബോധ്യപ്പെടുത്താൻ പറ്റുകയുള്ളൂ. അതാണ് ഏറ്റവും വലിയ പ്രയാസം. അതിനുവേണ്ടിയാണ് തപസ് ചെയ്യേണ്ടി വന്നതും. ഏത് വിധത്തിൽ നിങ്ങളോട് നിന്നും ബോധ്യപ്പെടുത്താൻ പറ്റും, അതിനുള്ള തയ്യാറെടുപ്പായിരുന്നു തപസ്. പലരും പറയുന്നത് തപസ് ചെയ്ത് ജ്ഞാനം സിദ്ധിച്ചു എന്നൊക്കെയാണ്. അങ്ങനൊന്നുമല്ല, ഇത് ജ്ഞാനത്തിൻ്റെ രൂപമാണ് വന്നത്. ജ്ഞാനിയല്ല വന്നത്, ജ്ഞാനമാണ് വന്നത്. തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് ചിന്തിക്കുന്നവർക്ക് മനസ്സിലാവും. ജ്ഞാനി എന്ന് പറഞ്ഞാൽ അത് കേട്ട് പഠിച്ച് ജീവിക്കുന്ന നിങ്ങളും, ജ്ഞാനമെന്ന് പറഞ്ഞാൽ ഇത് കേൾപ്പിക്കാമെന്ന ഗുരുവുമാണ്. സർവജ്ഞാനം കൊണ്ടു സർവ സൃഷ്ടികളും ഉളവാക്കി, സൃഷ്ടിക്കുള്ളിൽ കളിയാടി വസിച്ചിടുന്നു. ആ സമ്പൂർണ്ണ ജ്ഞാനം തന്നെയാണ് ലോകത്തിലേക്ക് അവതാരമായി വന്ന് ശുഭാനന്ദ നാമം സ്വീകരിച്ച് ലോകരംഗത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. എങ്ങനെ പ്രവർത്തിക്കുന്നു? മാറി മാറി ദേഹങ്ങളെ സ്വീകരിച്ചുകൊണ്ട് ഉത്രാടത്തിലൂടെ, പൂരാടത്തിലൂടെ, മകയിരത്തിലൂടെ ഇതാ എഴുന്നള്ളി നിന്ന് കാർത്തികയിൽ എത്തി നിന്നുകൊണ്ട് നിങ്ങളെ ദർശിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുന്നു എന്ന് പരിപൂർണ ബോധ്യമുള്ളവരെന്ന് കൈയടിച്ചു കേട്ടാൽ. ഉന്നതനായ ഗുരുവിൻ്റെ വാഴ്ച അനുദിനം കാണുന്നു ഞങ്ങൾ, ലോകേ അനുദിനം കാണുന്നു ലോകേ. ഉന്നതനായ ഗുരുവിൻ്റെ വാഴ്ച അനുദിനം കാണുന്നു ലോകേ, ഞങ്ങൾ അനുദിനം കാണുന്നു ലോകേ. ഉന്നതനായ
ശക്തിയിലോകെ വാഴുന്നതനുദിനം കണ്ടു ഞങ്ങൾ വാഴുന്നതനുദിനം കണ്ടു മാറ്റമില്ലാതുള്ള ശക്തിയിലോകെ മാറ്റമില്ലാതുള്ള ശക്തിയിലോകെ വാഴുന്നതടിയങ്ങൾ കണ്ടു ലോകെ വാഴുന്നതടിയങ്ങൾ കണ്ടു മാറ്റമില്ലാതുള്ള ആനന്ദമേകാൻ സദ്ഗുരു ലോകത്തിലുണ്ട് എന്നും സദ്ഗുരു ലോകത്തിലുണ്ട് സദ്ഗുരു ലോകത്തിലുണ്ട് മാറ്റമില്ലാതുള്ള ആനന്ദമേകാൻ സദ്ഗുരു ലോകത്തിലുണ്ട് എന്നും സദ്ഗുരു ലോകത്തിലുണ്ട് ശാന്തി സ്വരൂപൻ ശാശ്വതരൂപൻ ആനന്ദരൂപനായുണ്ട് ലോകെ ആനന്ദരൂപനായി ഉണ്ട് ശാന്തി സ്വരൂപൻ ശാശ്വതരൂപൻ ആനന്ദരൂപനായുണ്ട് ലോകെ ശാന്തി സ്വരൂപൻ ശാശ്വതരൂപൻ ആനന്ദരൂപനായുണ്ട് ലോകെ ആനന്ദരൂപനായി ഉണ്ട് ശാന്തി സ്വരൂപൻ ശാന്തി സ്വരൂപൻ ശാശ്വതരൂപൻ ആനന്ദരൂപനായുണ്ട് ലോകെ ആനന്ദരൂപനായി ഉണ്ട് ശാന്തി സ്വരൂപൻ സർവാത്മാക്കൾക്കും സമ്പൂർണ്ണ മോക്ഷത്തെ ദാനം ചെയ്യുവാൻ മാറി മാറി ദേഹങ്ങളെ സ്വീകരിച്ചുകൊണ്ട് മാറ്റമില്ലാത്ത ജ്ഞാനം, മാറ്റമില്ലാത്ത ശക്തി, മാറ്റമില്ലാത്ത ആനന്ദം അതങ്ങനെ അനുസ്യൂതം തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇത് ആത്മലോകത്തിൻ്റെ ഭാഗ്യമാണ്. ഇത് ബോധ്യപ്പെടണമെങ്കിൽ ഈ നിയമം ഉണ്ടെങ്കിലേ സാധിക്കുകയുള്ളൂ. മുൻപ് ഞാനൊരു കാഴ്ച കണ്ടിരുന്നു. ഇപ്പോൾ പ്രായമായി, കണ്ണിന് കാഴ്ചയൊക്കെ മങ്ങി. അവിടെ പോയിരുന്നപ്പോൾ ഒന്നും കാണുന്നില്ല. എന്താ കാര്യം? കണ്ണിന് കാഴ്ച കുറഞ്ഞതാണ്. ആ വസ്തുവിന് മാറ്റമൊന്നുമില്ല. മനോഹരമായൊരു കാഴ്ചയായിരുന്നു. അവിടെ ചെന്നു, അത് ആ ഓർമ്മയിൽ അവിടെ ചെന്ന് നിന്ന് എല്ലാം പരിധിയൊക്കെ നോക്കി, കണ്ണാടി മേപ്പോട്ടൊക്കെ വെച്ച് ലെൻസിൽ കൂടെ നോക്കി, പിന്നെ താഴെ കൂടെ നോക്കി, ചരിഞ്ഞൊന്ന് നോക്കി, ഒന്നും കാണാൻ പറ്റുന്നില്ല. ഒരു പുക മാത്രമേ ഉള്ളൂ. കുഴപ്പം എന്താ? ആ വസ്തുവിൻ്റെ കുഴപ്പമാണോ ഈ കണ്ണിൻ്റെ കുഴപ്പമാണോ? കണ്ണിന് കാഴ്ച കുറഞ്ഞിരിക്കുന്നു. ഇതുപോലെ
നിയമപ്രകാരം ഗുരുമുമ്പാകെ മരണക്കിടക്ക വരെ സൂക്ഷിച്ച് ജീവിച്ചു കൊള്ളാമെന്ന് തീരുമാനം ചെയ്ത ആത്മബോധോദയ സംഘ വിശ്വാസികൾ അവസരോചിതമായി അവരവരുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി പല കാര്യങ്ങളിലേക്ക് വേർപെട്ടു പോവുകയും നിയമത്തിൽ നിന്ന് വ്യതിചലിച്ചു പോവുകയും ചെയ്യുമ്പോൾ ഉൾക്കണ്ണിന് കാഴ്ച കുറയും. അപ്പോൾ പല കാഴ്ചകളും മങ്ങിപ്പോകും. ഗുരുവിനെ പോലും തിരിച്ചറിയാൻ കഴിയാതെ വരും. അപ്പോഴാണ് മാറി നിന്ന് ദുഷി പറയുന്ന അവസ്ഥയിലേക്ക് പോകുന്നത്. ഗുരുവിനെ പൂർണ്ണമായി കണ്ടിട്ടുള്ളവർ ഒരിക്കലും ഗുരുവിൽ നിന്ന് അകന്നു പോവുകയില്ല. അതുകൊണ്ടാണ് ശാന്തി സ്വരൂപൻ, ശാശ്വത രൂപൻ, ആനന്ദരൂപനായുണ്ട്, ലോകേ ആനന്ദരൂപനായുണ്ട്. അത് തിരിച്ചറിയണം. അത് അറിയുവാനുള്ള അറിവാണ് ആത്മബോധം. അത് നിങ്ങളിലേക്ക് കുറേശ്ശെയായി എത്തിച്ച് ഉന്നതമായ ഒരു രൂപം നിങ്ങളുടെ ഉള്ളിൽ തെളിയിച്ചുകൊണ്ടാണ് ആത്മബോധോദയ സംഘസ്ഥാപകൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അത് നഷ്ടമാക്കി കളയരുത്. അവരവരുടെ ഇഷ്ടങ്ങൾ തേടിപ്പോകുമ്പോൾ, സ്വാർത്ഥതകൾ തേടിപ്പോകുമ്പോൾ, ഗുരുവിൻ്റെ ഇഷ്ടം മറന്നുപോയാൽ, ഗുരുവിൻ്റെ കർമ്മം മറന്നുപോയാൽ, നിയമം മറന്നുപോയാൽ, നാമം മറന്നുപോയാൽ അവിടെ എന്ത് സംഭവിക്കും? അന്ധത വ്യാപിക്കും. മുൻപ് ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞതിൽ അർത്ഥമൊന്നുമില്ല. മുൻപ് ഞാൻ അങ്ങനെ ചെയ്തിരുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് ഒരു അർത്ഥമില്ല. ഞാൻ പണ്ട് വലിയ പാട്ടുകാരനായിരുന്നു, എൻ്റെ പ്രാർത്ഥന കേട്ട ആളുകൾ കരഞ്ഞിട്ടുണ്ട്, എൻ്റെ പ്രസംഗം കേട്ട് അനേകങ്ങൾ വന്നിട്ടുണ്ട്. ഇതൊന്നും ഒരു കാര്യവുമല്ല. ഇതൊക്കെ നിലനിൽക്കും എങ്ങനെയാണെങ്കിൽ നിയമത്തിൽ കൂടി നീ സൂക്ഷിച്ച് മുന്നോട്ട് പോകുന്നുവെങ്കിൽ ഈ വന്നവരും പാട്ട് കേട്ടവരും പ്രസംഗം കേട്ടവരും കരഞ്ഞവരുമൊക്കെ എപ്പോഴും ആദരവോടുകൂടി തന്നെ നിന്നെ കാണുകയും ചെയ്യും. നിന്നോട് ഗുരുവിന് ബന്ധമുണ്ടായിരിക്കുകയും ചെയ്യും. 4 പേരെ കൊണ്ടുവന്നു, അല്ലെങ്കിൽ 4 പേർക്ക് ഒരു ഇഷ്ടമായി, ഒരു സന്തോഷം തോന്നിക്കഴിയുമ്പോൾ ഞാനാണ് വലിയ ആളെന്ന് വിചാരിച്ച് വെറുതെ ഞെളിഞ്ഞ് നടന്നാൽ വെറുതെ നട്ടല് കേടാക്കാവുന്നുള്ളൂ. ഞെളിവ് കൂടുതൽ വരുമ്പോഴേ കസേരകൾക്കൊക്കെ സമ്മർദ്ദം കൂടും. അപ്പം അത് കേടാക്കും. അപ്പം ആവശ്യമില്ലാത്ത ഞെളിവൊന്നും വരുത്താതെ എപ്പോഴും വിനയത്തോടുകൂടി, ഭക്തി വിനയം അനുസരണം, അതാണ് ഭക്തന്മാരുടെ ലക്ഷണം. ഭക്തി വിനയം അനുസരണം, അതാണ് ഭക്തന്മാരുടെ ലക്ഷണം. അതാണ് വരേണ്ടത്. ഭക്തി വിനയമനുസരണമിവ, ഭക്തി വിനയമനുസരണമിവ, ഉത്തമന്മാർക്കുള്ള ലക്ഷണമാണല്ലോ. ഭക്തി വിനയമനുസരണമിവ, ഉത്തമന്മാർക്കുള്ള ലക്ഷണമാണല്ലോ. സമ്പൂർണ്ണ സായുജ്യം കൈവരുത്തും വരെ, സമ്പൂർണ്ണ സായുജ്യം കൈവരുത്തും വരെ, ഉത്തമയുള്ള ജീവിതം ചെയ്യണം. സമ്പൂർണ്ണ സായുജ്യം കൈവരുത്തും വരെ, ഉത്തമ തത്വഗുണങ്ങൾ ഗ്രഹിക്കണം. ഉത്തമ തത്വഗുണങ്ങൾ ഗ്രഹിക്കണം. ഉത്തമന്മാരോട് ചേർന്നു ജീവിക്കണം. ഉത്തമ തത്വഗുണങ്ങൾ ഗ്രഹിക്കണം. ഉത്തമന്മാരോട് ചേർന്നു ജീവിക്കണം. ഉത്തമനാം ഗുരു ഉൾക്കാമ്പിൽ വാഴണം. ഉത്തമനാം ഗുരു ഉൾക്കാമ്പിൽ വാഴണം. ഉൾപ്രകാശമായി ഉള്ളിൽ വസിക്കണം. ഉത്തമനാം ഗുരു ഉൾക്കാമ്പിൽ വാഴണം. ഉൾപ്രകാശമായി ഉള്ളിൽ വസിക്കണം.
സദ്ഗുരു രൂപത്തെ ഉള്ളിൽ വസിക്കുന്ന സദ്ഗുരു രൂപത്തെ ഉള്ളഴിഞ്ഞെപ്പോഴും ആശ്രയിച്ചിടണം. നമ്മുള്ളിൽ വസിക്കുന്ന സദ്ഗുരു രൂപത്തെ ഉള്ളഴിഞ്ഞെപ്പോഴും ആശ്രയിച്ചിടണം. ആശ്രയിച്ചിടണം, ആരാധിച്ചിടണം. ആശ്രയിച്ചിടണം, ആരാധിച്ചിടണം. ആനന്ദ ലോകത്തിൽ നിത്യം വസിക്കണം. ആശ്രയിച്ചിടണം, ആരാധിച്ചിടണം. ആനന്ദ ലോകത്തിൽ നിത്യം വസിക്കണം. ഓ ഭക്തി, വിനയം, അനുസരണ എന്നിവയോടുകൂടി സൂക്ഷ്മജ്ഞാനങ്ങളെ ഉൾക്കാമ്പിൽ കരുതി ജീവിതം ചെയ്യുന്നവരാണ് യഥാർത്ഥ ആത്മബോധോദയ സംഘാംഗങ്ങൾ. അങ്ങനെ ജീവിക്കുവാൻ ജഗദീശ്വരൻ നിങ്ങളെല്ലാം അനുഗ്രഹിക്കട്ടെ. നിഷ്കളങ്ക ഹൃദയങ്ങൾ അറിയുന്നു ഗുരുവിനെ. നിഷ്കളങ്ക ഹൃദയങ്ങൾ അറിയുന്നു ഗുരുവിനെ. നിഷ്കളങ്ക രൂപനെന്നു കണ്ടറിയുന്നു. നിഷ്കളങ്ക 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 രൂപനെന്നു കണ്ടറിയുന്നു. നിഷ്കളങ്ക ജ്ഞാനം നൽകി നിത്യാനന്ദം സിദ്ധമാക്കാൻ. നിഷ്കളങ്ക സ്വരൂപൻ താൻ വസിച്ചിടുന്നു. നിഷ്കളങ്ക ജ്ഞാനം നൽകി നിത്യാനന്ദം സിദ്ധമാക്കാൻ. നിഷ്കളങ്ക സ്വരൂപൻ താൻ വസിച്ചിടുന്നു. മർത്യാകൃതി പൂണ്ടുവന്നു മർത്യലോകെ വസിക്കുന്നു. മർത്യാകൃതി പൂണ്ടുവന്നു മർത്യാകൃതി പൂണ്ടുവന്നു മർത്യലോകെ വസിക്കുന്നു. മർത്യരോടു സത്യം കൃത്യം പുര ചെയ്യുന്നു. മർത്യകൃതി പൂണ്ടുവന്നു മർത്യലോകെ വസിക്കുന്നു. മർത്യരോടു സത്യം കൃത്യം പുര ചെയ്യുന്നു. സത്യമിതു കൃത്യമായി ദാനം ചെയ്യുവാനിഹ ലോകേ. സത്യമിതു കൃത്യമായി ദാനം ചെയ്യുവാനിഹ ലോകേ. സദ്ഗുരു
ആശ്രയിച്ചും ആരാധിച്ചും ജീവിച്ചെന്നാൽ നിത്യാനന്ദ രാജ്യമതിലൊത്തു വസിക്കാം. ഭാഗവത്തെ ആശ്രയിച്ചും ആരാധിച്ചും ജീവിച്ചെന്നാൽ ഭാഗവത്തെ ആശ്രയിച്ചും ആരാധിച്ചും ജീവിച്ചെന്നാൽ നിത്യാനന്ദ രാജ്യമതിൽ ഒത്തു വസിക്കാം. ഭാഗവത്തെ ആശ്രയിച്ചും ആരാധിച്ചും ജീവിച്ചെന്നാൽ നിത്യാനന്ദ രാജ്യമതിൽ ഒത്തു വസിക്കാം. ഭാഗവത്തെ ആശ്രയിച്ചും ആരാധിച്ചും ജീവിച്ചെന്നാൽ പാദവത്തെ ആശ്രയിച്ചും ആരാധിച്ചും ജീവിച്ചെന്നാൽ നിത്യാനന്ദ രാജ്യമതിലൊത്തു വസിക്കാം. എന്നും നിത്യാനന്ദ രാജ്യമതിൽ ഒത്തു വസിക്കാം. എന്നും നിത്യാനന്ദ രാജ്യമതിൽ ഒത്തു വസിക്കാം. നിത്യാനന്ദമാകുന്ന ആ പൂർണ്ണരൂപത്തിലേക്ക് സർവാത്മാക്കളെയും എത്തിക്കുവാനാണ് നിഷ്കളങ്ക ജ്ഞാനരൂപൻ പ്രത്യക്ഷമായി വാഴുന്നത്. ഇത് അബദ്ധങ്ങൾ പറഞ്ഞ് സുബദ്ധമാക്കുകയല്ല. പലരുടെയും ചിന്ത അങ്ങനെയാണ്. ഈ ഇരിക്കുന്ന ആളുകളല്ല, ഇത് പുറത്തുനിന്ന് ഇതൊക്കെ ശ്രദ്ധിക്കുന്നവർക്ക് പലർക്കും തോന്നും ഇതൊക്കെ വെറുതെ പറയുന്ന കാര്യങ്ങൾ. അവരെ കുറ്റം പറയാൻ പറ്റുകയില്ല. അവർ ഇതൊന്നും കാണാതെ ഒരു മൂടൽമഞ്ഞിൽ അങ്ങനെ കഴിഞ്ഞുകൂടുകയാണ്. ഞാൻ മുൻപ് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഈ ലോകത്തെ പ്രകാശിപ്പിക്കുന്ന വസ്തു ഏതാണ്? അറിയത്തില്ല. ഇതിനെ ഇരുട്ടിലാക്കുന്ന ആരാണ്? ആരാണ്? സൂര്യനിൽ നിന്നു വരുന്ന ചൂടുകൊണ്ട് ഈ പ്രകൃതിയിൽ നിന്ന് സ്വീകരിക്കുന്ന ജലാംശം ആവിയായി നിൽക്കുന്നതാണ് ഇരുട്ടായി നമുക്ക് തോന്നിക്കുന്നത്. പലർക്കും സംശയം തോന്നിയേക്കാം. നമ്മൾ അരി അടപ്പത്തിട്ട് തിളച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ഇരിക്കട്ടെ, അതിൽ നിന്ന് അല്പം കോരി എടുക്കാൻ നമ്മൾ അടപ്പ് മാറ്റിയിട്ട് അത് വെന്തോ വെന്തില്ലയോ എന്നൊക്കെ നോക്കണമെന്ന് വിചാരിച്ചാൽ അത് അടപ്പങ്ങ് മാറ്റുമ്പം ഊതും. ആവി കൊണ്ട് നമുക്ക് അത് കാണാൻ പറ്റുന്നില്ല. ചെറിയ ഒരു കലത്തിൽ നിന്ന് അല്ലെങ്കിൽ ഒരു പാത്രത്തിൽ നിന്ന് വരുന്ന ആ ചെറിയ ആവി കൊണ്ട് പോലും നമുക്ക് അതിനുള്ളിലെ വസ്തുവിനെ കാണാൻ പറ്റുന്നില്ല. ഇതുപോലെ ഈ പ്രപഞ്ചമാകെ പ്രകാശിപ്പിക്കുന്ന സൂര്യനിൽ നിന്നുള്ള ചൂട് കൊണ്ടുണ്ടാകുന്ന ആവി, ലോകത്തെ ഇരുട്ടിലാക്കുന്നു. അത് ഇരുട്ടായി വർത്തിക്കുന്നു സൂര്യന്റെ പ്രകാശം ഇല്ലാത്തപ്പോൾ. ഈ ആവിയോ അല്ലെങ്കിൽ പുകയോ വരുമ്പോൾ നമുക്ക് കാണണമെങ്കിൽ എന്ത് വേണം? ഒരു ടോർച്ച് അടിച്ചു നോക്കുക, അല്ലെങ്കിൽ നല്ലൊരു വെളിച്ചം ഉണ്ടായാൽ അവിടെ കാണാൻ പറ്റും. എങ്ങനെ കാണാം? ഈ ആവിയെ ഈ വെളിച്ചം പ്രകാശിപ്പിക്കുകയാണ്. ആവി ഇല്ലാതായിട്ടല്ല. ഇതുപോലെ സൂര്യന്റെ പ്രകാശം കൊണ്ട് ഇരുട്ടിനെ വെളിച്ചമാക്കി തീർക്കുമ്പോൾ നമ്മൾ പകലായി തോന്നിക്കുന്നു. ഇതുപോലെ പല ആത്മാക്കളിലും
ഇരുട്ടങ്ങനെ വ്യാപിച്ചു നിൽക്കുകയാണ്. പല ആത്മാക്കളിൽ ഇരുട്ടങ്ങനെ വ്യാപിച്ചു നിൽക്കുകയാണ്. എന്താ കാരണം? സൂര്യൻ അഭിമുഖമായിട്ട് അവർ ഒരിക്കലും എത്തിയിട്ടില്ല. സൂര്യൻ അഭിമുഖമായിട്ട് അവർ ഒരിക്കലും എത്തിയിട്ടില്ല. ജന്മാന്തര ഗുണമില്ലാത്ത ജന്മങ്ങൾ, ജന്മാന്തര ഗുണമില്ലാത്ത ജന്മങ്ങൾ, ജന്മാന്തര ജ്ഞാനത്തിന് ഉടമസ്ഥനാകുന്ന ഗുരുവിങ്കിലേക്ക് ഒരിക്കലും ദർശിച്ചിട്ടില്ല. ജന്മാന്തര ജ്ഞാനത്തിന് ഉടമസ്ഥനാകുന്ന ഗുരുവിലേക്ക് ഒരിക്കലും ദർശിച്ചിട്ടില്ല. സജ്ജനങ്ങളുമായിട്ട് അവർ സംസർഗം ചെയ്തിട്ടില്ല. സജ്ജനങ്ങളുമായിട്ട് അവർ സംസർഗം. അപ്പൊ അവരിൽ എന്താണ് നിലനിൽക്കുന്നത്? കുറ്റിരുട്ടാണ്. അതുകൊണ്ട് അവരെന്ത് ചിന്തിക്കും? ഈ പറയുന്നതൊക്കെ വെറുതെയാണെന്ന് ചിന്തിക്കും. പക്ഷെ അല്ല, നിഷ്കളങ്ക ഹൃദയങ്ങൾ അറിയുന്നു ഗുരുവിനെ. നിഷ്കളങ്ക രൂപനെന്നു കണ്ടറിയുന്നു. ആരാധിച്ചും ജീവിച്ചെന്നാൽ നിത്യാനന്ദ രാജ്യമതിൽ ഒത്തു വസിക്കാം. നിത്യാനന്ദ സ്വരൂപനാകുന്ന ഗുരുവിന്റെ ദർശനം, നിത്യാനന്ദ സ്വരൂപനാകുന്ന പരമഗുരുവിന്റെ ദർശനം, അതാണ് ആത്മാവിൽ നിന്ന് ഇരുട്ട് മാറ്റുന്നത്. തന്റെ സ്വയം പ്രകാശം കൊണ്ട് ആത്മാവിലുള്ള ഇരുട്ടിനെ മുഴുവൻ പ്രകാശിപ്പിക്കുകയാണ്. ഗുരുവിന്റെ സ്വയം പ്രകാശം കൊണ്ട് ആത്മാവിലുള്ള ഇരുട്ടിനെ മുഴുവൻ പ്രകാശിപ്പിക്കുക. ആ പ്രകാശം തട്ടിക്കഴിയുമ്പോൾ ഉൾക്കാഴ്ചയുണ്ടാകുന്നു, ഉള്ളറിവുണ്ടാകുന്നു, ഉൾബോധമുണ്ടാകുന്നു. അപ്പോൾ അവന്റെ പ്രവൃത്തികളെല്ലാം അതിന്റെ സാത്വികമായ അവസ്ഥയിലേക്ക് മാറ്റപ്പെടുകയാണ്. പിന്നെ അവൻ അസൂയയില്ല, കുശുമ്പില്ല, ശത്രുത്വമില്ല, വൈരാഗ്യമില്ല, അന്യോന്യമുള്ള ഒരു ചേർച്ചക്കുറവുമില്ല. ഒറ്റ ചിന്തയുള്ളൂ, ഈ കാണുന്നതെല്ലാം എന്റെ ഗുരുവിൽ നിന്നുണ്ടായതാണ്, ഇതെല്ലാം എന്റെ ദൈവം സൃഷ്ടിച്ചതാണ്. ആ സൃഷ്ടിച്ച ദൈവം രക്ഷിപ്പാൻ വന്ന് ലോകത്തിൽ വാഴുന്നു. ഇതിനെല്ലാം അവിടെ കൊണ്ടുവന്ന് എത്തിക്കുന്നതാണ് എന്റെ കടമയെന്ന് ഓരോരുത്തരിലും ചിന്തയുണ്ടാവും. അവിടെ കൊണ്ടുവന്ന് എത്തിച്ചിട്ട് കണക്ക് പറയാനല്ല, ഓരോരുത്തരുടെയും കർത്തവ്യമായി കണ്ടു പ്രവർത്തിക്കും. ഒരാത്മാവ് കലിയുഗ വ്യവസ്ഥ പ്രകാരം പൂർത്തീകരിക്കപ്പെടണമെങ്കിൽ, അഥവാ സായുജ്യത്തിൽ എത്തണമെങ്കിൽ എന്താണ് വ്യവസ്ഥ? കലിയുഗത്തിലെ മോക്ഷം നാമസങ്കീർത്തനം കൊണ്ട് സിദ്ധിക്കുമെന്നുള്ള സത്യം ബോധ്യമാക്കുന്നു. കുറച്ച് പാട്ട് പഠിച്ച് അതും പാടിക്കൊണ്ട് ഒരു ഗ്രൂപ്പിൽ ചേർന്ന് അവിടുന്ന് മാറ്റി വേറൊരു ഗ്രൂപ്പിൽ കയറി, അവിടുന്ന് മാറി മറ്റൊരു ഗ്രൂപ്പിൽ കയറി, ഇങ്ങനെ പാടിക്കൊണ്ട് നടന്നാൽ നാമസങ്കീർത്തനം ആവുമോ? ഒരു ഗ്രൂപ്പിൽ ചെന്നപ്പോ അവിടെ അത്ര ഇതല്ല, അപ്പുറത്തോട്ട് മാറിക്കളയാ. അപ്പൊ അവിടെ ചെന്നപ്പോ ആദ്യം എല്ലാരും ഒരു സന്തോഷമായി, പിന്നെ കുറച്ച് വെറുപ്പായി. അപ്പൊ അവിടുന്ന് മാറി മറ്റൊരിടത്ത് പോയി. അപ്പൊ ഇല്ല, രണ്ട് സ്ഥലത്തും പാടിയ ആളിനെ കാണുമ്പോൾ കൂടുതൽ താല്പര്യത്തോടുകൂടി അവർ സ്വീകരിക്കും. അപ്പൊ അവിടെ കുറച്ചു നാൾ നിന്ന് കഴിയുമ്പോ അവിടെയും അതൃപ്തിയായി. ഇങ്ങനെ നാമസങ്കീർത്തനം പാടി നടക്കുന്നതാണോ മോക്ഷം? അല്ല, നിന്റെ ഉള്ളിൽ ഈ പ്രകാശത്തെ നീ സ്വീകരിച്ചുകൊണ്ട് ഇത് മറ്റുള്ളവരിലേക്ക് പ്രകാശിപ്പിക്കണം. ഓ, വന്നിട്ടുണ്ട് ഗുരു, വന്നിട്ടുണ്ട്, ലോകത്തിൽ മർത്യനായി വന്നിട്ടുണ്ട്. വന്നിട്ടുണ്ട് ഗുരു, വന്നിട്ടുണ്ട്, ലോകത്തിൽ മർത്യനായി വന്നിട്ടുണ്ട്. വന്നിട്ടുണ്ട് ഗുരു, വന്നിട്ടുണ്ട്, ലോകത്തിൽ മർത്യനായി വന്നിട്ടുണ്ട്. സത്യശുഭാനന്ദ നാമം ധരിച്ചു ഇക്കരയിൽ ഗുരു വന്നിട്ടുണ്ട്.
സത്യം പറയുവാൻ വന്നിട്ടുണ്ട്, സത്യം തെളിയിക്കാൻ വന്നിട്ടുണ്ട്. സത്യം പറയുവാൻ വന്നിട്ടുണ്ട്, സത്യം തെളിയിക്കാൻ വന്നിട്ടുണ്ട്. സത്യം ഈ ഭൂമിയിൽ സ്ഥാപിക്കുവാൻ സത്യസ്വരൂപൻ താൻ വന്നിട്ടുണ്ട്. സത്യം ഈ ഭൂമിയിൽ സ്ഥാപിക്കുവാൻ സത്യസ്വരൂപൻ താൻ വന്നിട്ടുണ്ട്. സത്യം പറയുവാൻ വന്നിട്ടുണ്ട്, സത്യം തെളിയിക്കാൻ വന്നിട്ടുണ്ട്. സത്യം ഈ ഭൂമിയിൽ സ്ഥാപിക്കുവാൻ സത്യസ്വരൂപൻ താൻ വന്നിട്ടുണ്ട്. ആത്മബോധോദയ സംഘമെന്ന സത്യമാം ആദർശം സ്ഥാപിച്ചു താൻ. ആത്മബോധോദയ സംഘമെന്ന സത്യമാം ആദർശം സ്ഥാപിച്ചു താൻ. ആത്മബോധോദയ സംഘമെന്ന സത്യമാം ആദർശം സ്ഥാപിച്ചു താൻ. ലോക ദുഃഖങ്ങൾ ഒഴിച്ചിടുവാൻ, ക്ലേശഭാരങ്ങൾ ഒഴിച്ചിടുവാൻ, ആ ലോക ദുഃഖങ്ങൾ ഒഴിച്ചിടുവാൻ, ക്ലേശഭാരങ്ങൾ ഒഴിച്ചിടുവാൻ, രോഗശാന്തി നൽകി രക്ഷിക്കുവാൻ, ഭൂതശാന്തി നൽകി രക്ഷിക്കുവാൻ, രോഗശാന്തി നൽകി രക്ഷിക്കുവാൻ, ഭൂതശാന്തി നൽകി രക്ഷിക്കുവാൻ, പാപശാന്തി നൽകി രക്ഷിക്കുവാൻ, പാലാഴിയാക്കി വസിച്ചിടുവാൻ, ആത്മാവശാന്തി നൽകി രക്ഷിക്കുവാൻ, പാലാഴിയാക്കി വസിച്ചിടുവാൻ, പാവന രൂപന സൽഗുരുതാൻ ഈ ലോകത്തിൽ വന്നു വാഴുന്നുണ്ട്. പാവന രൂപന സൽഗുരുതാൻ ഈ ലോകത്തിൽ വന്നു വാഴുന്നുണ്ട്. സ്നേഹസ്വരൂപനായി വാഴുന്നുണ്ട്, കാരുണ്യമൂർത്തിയായി വാഴുന്നുണ്ട്. ഓ സ്നേഹസ്വരൂപനായി വാഴുന്നുണ്ട്, കാരുണ്യമൂർത്തിയായി വാഴുന്നുണ്ട്. ശത്രുവൈരാഗ്യം മറപ്പിക്കുന്ന നിത്യപ്രേമമായി വാഴുന്നുണ്ട്. ശത്രുവൈരാഗ്യം മറപ്പിക്കുന്ന നിത്യപ്രേമമായി വാഴുന്നുണ്ട്. സ്നേഹസ്വരൂപനായി വാഴുന്നുണ്ട്, കാരുണ്യമൂർത്തിയായി വാഴുന്നുണ്ട്. ഓ സ്നേഹസ്വരൂപനായി വാഴുന്നുണ്ട്, കാരുണ്യമൂർത്തിയായി വാഴുന്നുണ്ട്. ശത്രുവൈരാഗ്യം മറപ്പിക്കുന്ന നിത്യപ്രേമമായി വാഴുന്നുണ്ട്. ശത്രുവൈരാഗ്യം മറപ്പിക്കുന്ന പ്രേമസ്വരൂപനായി വാഴുന്നുണ്ട്. ഓ ശത്രുവൈരാഗ്യം മറപ്പിക്കുന്ന പ്രേമസ്വരൂപനായി വാഴുന്നുണ്ട്. ഓ സ്നേഹസ്വരൂപനായി വാഴുന്നുണ്ട്, കാരുണ്യമൂർത്തിയായി വാഴുന്നുണ്ട്.
ഭഗവാൻ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ഭഗവാൻ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ഇനി ഇത് ഏറ്റെടുത്ത് പറയേണ്ടത് ആരാണ്? ഇനി ഇത് ഏറ്റെടുത്ത് പറയേണ്ടത് ആരാണ്? പറയണം. പരമാർത്ഥം പരന്മാരോട് ഓരോന്നായി ആര് അനുഭവിച്ചറിയണം പരമാത്മാവിന്റെ സത്യം. എന്നിട്ട് എന്ത് വേണം? ഇത് പറയണം. ആരാണ് വന്നത്? എന്താണ് പറയുന്നത്? എന്താണ് അനുഭവം? ഇത് അനുഭവിച്ചറിഞ്ഞവർ പറയണം. ഇപ്പോ നമ്മുടെ കുഞ്ഞുങ്ങൾ ധാരാസ്ഥിതിയുടെ വർണ്ണനകൾ 2 ആഴ്ചയായി നടത്തുകയാണ്. ഈ ചെറിയ പ്രായത്തിൽ ഇവരിലേക്ക് ഈ അറിവുകൾ എത്തിച്ചതാരാണ്? പ്രത്യേകിച്ച് വലിയ പഠന ക്ലാസ്സുകളൊന്നും കൊടുത്തിട്ടല്ലല്ലോ. ഈ ആരാധനകളിലും ഈ കുടുംബങ്ങളിലെ നിത്യാരാധനയിലും അതുപോലെ സ്ഥിരമായുള്ള ഈ നിയമജീവിതത്തിലും അവരിലേക്ക് ഉൾപ്രവേശിച്ച ഉൾപ്രകാശം അവരിൽ കൂടി നിന്നുകൊണ്ട് നോക്കിക്കണ്ട് അതിനെ വിശദീകരിച്ച് തരികയാണ്. ഇപ്പൊ പറയുവാൻ ഒരുവനേ ഉള്ളൂ, കേൾക്കുവാനും ഒരുവനേ ഉള്ളൂ. ഇപ്പൊ അറിയിക്കുന്ന അറിയുന്ന അറിവുമായി വാഴുന്ന ഉന്നതമായ ഒരു വാഴ്ച. രണ്ടല്ലെന്നുള്ള അറിവ് ഏകത്വമായ അറിവ് ഏവർക്കും ഭവിക്കുമ്പോൾ ഏകത്വമായി വാഴാം. അപ്പൊ പരമാത്മാവും ജീവാത്മാവും തമ്മിൽ വലിയ ഒരു വ്യത്യാസവുമില്ല. പിന്നെ എന്താ ഒരു വ്യത്യാസം? ഓരോരോ പാത്രങ്ങളിൽ അടച്ചിരിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. ആ അടപ്പൊന്ന് തുറന്നാൽ ഒന്നല്ലാതെ വേറെ ഒന്നുമില്ല. അങ്ങനെ ഒന്നിൽ നിന്നൊന്നായി പോരുന്ന സംഖ്യവും മറ്റൊന്നിൽ നിന്നുണ്ടോ തെല്ലുപോലും. അങ്ങനെ ഒന്നിൽ നിന്നുണ്ടായി ഒന്നായി തന്നെ നിലകൊള്ളുന്ന ഇതിനെ പലതായി തോന്നിപ്പിക്കുന്ന ഈ മായയാണ് നമ്മൾ ജയിക്കേണ്ടത്. അതിനെ അങ്ങനെ അങ്ങ് തോൽപ്പിക്കാനും പറ്റുകയില്ല. കാരണം എന്താണ്? ലോകത്തിൽ വസിക്കുമ്പോൾ ഉപയോഗിക്കുന്നത് ഈ മായാശരീരമാണ്. ഈ ശരീരത്തിന്റെ അതിജീവനത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന മായാ മനസ്സാണ്. ഉപയോഗിക്കുന്ന ബുദ്ധി ഭൗതികമാണ്. അപ്പൊ അത് മായയാണ്. ഇങ്ങനെ ചിന്തിക്കുമ്പോൾ ഇതിനെ ഒഴിവാക്കിക്കൊണ്ട് എങ്ങനെ ഒരാൾ ജീവിക്കാൻ പറ്റും? അങ്ങനെ ആർക്കെങ്കിലും ജീവിക്കാൻ പറ്റുമോ? പറ്റുമോ? ഞാൻ ഉപയോഗിക്കുന്ന ഒരു മായാ ശരീരമല്ലേ? ഒരു മായാശരീരമാണ് സ്വീകരിച്ചിരിക്കുന്നത്. പക്ഷെ ഇതിൽ കൂടി പ്രവർത്തിക്കുന്ന ആരാണ്? നിങ്ങൾക്കുണ്ടാകുന്ന അനുഭവം ആരിൽ നിന്നുള്ള അനുഭവമാണ്? ഇത് മാതൃകയാക്കിക്കൊണ്ട് ഭഗവാൻ തന്നെ ഇന്നും മാറി മാറി ദേഹത്തെ സ്വീകരിച്ചുകൊണ്ട് പ്രവർത്തിക്കുകയാണ്. ഇത് നിങ്ങൾ തന്നെ ചിന്തിച്ചറിഞ്ഞ് ഈ അനുഭവസ്ഥതയിലേക്ക് ഉയർത്തപ്പെടണം. ആ സൽഗുരുവും താനും ഒന്നായി ഈ പാരിടത്തിൽ വന്നുപോയെനിക്കു സന്തോഷം. സദ്ഗുരുവും താനും ഒന്നായി ഈ പാരിടത്തിൽ വന്നുപോയെനിക്കു സന്തോഷം. ലോകവാഴ്ച മൂലമെന്നുള്ളിൽ ക്ലേശം കൂടാതെ വന്നുപോയെനിക്കു സന്തോഷം. ലോകവാഴ്ച മൂലമെന്നുള്ളിൽ ക്ലേശം കൂടാതെ വന്നുപോയെനിക്കു സന്തോഷം. ഇതൊന്ന് ബോധ്യപ്പെട്ടാൽ മതി, പിന്നെ എപ്പോഴും സന്തോഷമാണ്. ഇത് ബോധ്യപ്പെടുത്തുന്നതിനാണ് ആളായി വന്ന് വാഴുന്നത്. അതുകൊണ്ട് പുറമേ നിന്ന് ആളുകൾ ചിന്തിക്കുന്നതും പറയുന്നതും ഒന്നും നമ്മൾ ഗവനിക്കാൻ പോകരുത്. നിങ്ങളൊരു സിനിമ കാണുന്നവരാണല്ലോ മിക്ക ആളുകളും, ഇല്ലയോ? ഓ ഞങ്ങളോ ഭഗവാനെ
ആത്മബോധോദയ സംഘത്തിൽ വന്നേ പിന്നെ ഇന്ന് വരെ ഒരു സിനിമ പോലും ആദ്യത്തെ ദിവസം കാണാതിരുന്നിട്ടില്ല. എന്തൊരു സന്തോഷം ഉള്ള കാര്യം ഭഗവാൻ അങ്ങ് പറഞ്ഞല്ലോ. പോട്ടെ, കാണാത്തവരും ഉണ്ടെന്നിരിക്കട്ടെ. വളരെയധികം ആളുകൾ അതിന് പോകാത്തവരുണ്ട്. തമാശയ്ക്ക് ഞാൻ പറഞ്ഞെങ്കിലും വളരെയധികം എൻ്റെ സന്താനങ്ങൾ വളരെയധികം പേർ അതിനൊന്നും ഒരു വിനോദങ്ങളിലും പോകാത്തവരുണ്ട്. അവർ ഈ സത്യത്തിൽ നിന്ന് മാറാതെ നിത്യജീവിതം ചെയ്യുന്നവരാണ്. പക്ഷെ ഞാൻ സന്ദർഭവശാൽ ഒരു ഉദാഹരണത്തിന് വേണ്ടി എടുക്കുകയാണ്. ഒരു സിനിമ കാണാൻ വേണ്ടി നമ്മൾ തിരക്ക് കൂട്ടി ടിക്കറ്റ് എടുത്തു, അകത്ത് പ്രവേശിച്ചു. ഇപ്പൊ നമ്മൾ 3-4 പേര് ഒരുമിച്ചാണ് പോയത്. പക്ഷെ 2 പേർക്ക് ടിക്കറ്റ് കിട്ടിയോ? ഈ ടിക്കറ്റ് എടുത്ത് അകത്ത് പ്രവേശിച്ചവർ വെളിയിൽ നിൽക്കുന്നവർക്ക് ടിക്കറ്റ് കിട്ടിയില്ലല്ലോ, അതുകൊണ്ട് ഞങ്ങൾ അങ്ങ് വെളിയിൽ ഇറങ്ങുകയാണ് എന്ന് തീരുമാനിച്ചാൽ, അപ്പോൾ സുഹൃത്ത് ബന്ധം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ബന്ധമൊക്കെ പറഞ്ഞ് അതിന്റെ ഗമയില് നമ്മൾ ഇറങ്ങി പോരുന്നാൽ എന്താ നഷ്ടമാകുന്നത്? ഈ സിനിമയ്ക്ക് വേണ്ടി ഉപയോഗിച്ച ധനവും ആ സിനിമ കാണുമ്പോൾ കിട്ടുന്ന വിനോദവും സന്തോഷവും നമുക്ക് നഷ്ടപ്പെടും. അതിനെക്കുറിച്ച് ആലോചിച്ച് വിഷമിച്ചുകൊണ്ടാണ് ഈ സിനിമ കാണുന്നതെങ്കിലും അതിൽ നിന്ന് പൂർണ്ണമായ സുഖം കിട്ടുകയില്ല. അയ്യോ, അവർക്ക് ടിക്കറ്റ് കിട്ടിയില്ലല്ലോ എന്നാലും കഷ്ടമായി പോയല്ലോ എന്ന് പറഞ്ഞിട്ട് ഇത് കണ്ടുകൊണ്ടിരുന്ന ഈ കഥയും മനസ്സിലാവുകയില്ല, കാര്യവും മനസ്സിലാവുകയില്ല, സന്തോഷിക്കാനും പറ്റുകയില്ല. ഇപ്പം നിങ്ങളത് സന്തോഷമായിട്ട് കാണുക. വെളിയിൽ ഇറങ്ങി അവർക്ക് കൂടി പൈസ കൊടുത്ത് അവരെ ടിക്കറ്റ് എടുത്ത് അടുത്ത പരിപാടിക്ക് കയറ്റിവിടുക. അതാ അതിന്റെ യഥാർത്ഥ വഴി. അല്ലാതെ ഇരുന്ന് വേവലാതിപ്പെട്ടിട്ട് വല്ല കാര്യമില്ല. ഇതുപോലെ ലോകത്തിൽ നിന്ന് എന്റെ ദൂതന്മാരെ അയച്ച് നിങ്ങളെല്ലാം ഇതാ ഇതിനകത്തേക്ക് പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. നിങ്ങൾ ആനന്ദരാജ്യത്തിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നിങ്ങൾ പുറമേ നിൽക്കുന്നവരെ ഓർത്ത് വിഷമിക്കുകയല്ല വേണ്ടത്. നിങ്ങൾ ഇത് അനുഭവിച്ച് നിങ്ങളുടെ ഹൃദയത്തിൽ അതിനെ രൂപപ്പെടുത്തിയിട്ട് അവരിലേക്ക് ഇത് അറിയിച്ച് അവരെയും കൊണ്ടുവരിക. വന്നിട്ടുണ്ട് ഗുരു, വന്നിട്ടുണ്ട്, മർത്യനായി വന്നിട്ടുണ്ട്, വന്നിട്ടുണ്ട് ഗുരു, വന്നിട്ടുണ്ട്, ലോകത്തിൽ മർത്യനായി വന്നിട്ടുണ്ട്. ആദ്യകാലത്ത് എന്റെ സന്താനങ്ങൾ ലോകത്തിന്റെ നാനാഭാഗങ്ങളിലും പട്ടിണി കിടന്ന് അഗ്നപാതരായി സഞ്ചരിച്ച് ഈ സത്യത്തെ പറഞ്ഞാണ് ഇന്ന് ഈ കാണുന്ന പോലെ ഇതെല്ലാം വളർത്തിക്കൊണ്ടുവന്നത്. ഓ, എന്തെല്ലാം പരിഹാസങ്ങൾ, എന്തെല്ലാം ദുഷികൾ, ലോകവശാലുള്ള എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ, പ്രകൃതിവശാലുള്ള എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ. മഴ നനയണം, മഞ്ഞു കൊള്ളണം, വെയിൽ കൊള്ളണം എന്ന് വേണ്ട എല്ലാ പ്രകൃതി ദോഷങ്ങളെയും അവർ സ്വീകരിച്ചുകൊണ്ടാണ് ഈ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരുന്നത്. പക്ഷേ അവർക്ക് ഒറ്റ ലക്ഷ്യമേ ഉണ്ടായിരുന്നുള്ളൂ. ഓ, ഞങ്ങളുടെ ഗുരു ലോകത്തിൽ വന്നു എന്ന് 10 പേരെങ്കിലും അറിയിക്കുക. ആ കൂട്ടത്തിൽ ആരെങ്കിലും ധനവാന്മാരുണ്ടെങ്കിൽ 10 പൈസ കിട്ടിയാൽ അതും കൊണ്ടുവന്ന് ഗുരുവിന്റെ മുമ്പിൽ അർപ്പിക്കും. അല്ലാതെ അവരുടെ സ്വന്തം കാര്യത്തിന് ഉപയോഗിക്കാറില്ല. അവര് വഴിയിൽ നിന്ന് വല്ല വെള്ളമൊക്കെ കോരി കുടിച്ച് അങ്ങനെ അങ്ങ് പട്ടിണി കിടന്നാണ് ഇതിനെ പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നത്. ഇന്ന് അങ്ങനെയുള്ള ഒരു അവസ്ഥയും എന്റെ സന്താനങ്ങളുടെ കുടുംബങ്ങളിൽ എങ്ങുമില്ല. എല്ലാം ഈശ്വരകാരുണ്യത്താൽ ഒരുക്കി വെച്ചിരിക്കുകയാണ്. പോരായ്മകളും കുറവുകളും ഉണ്ടായിരിക്കാം, പക്ഷേ പൂർണ്ണ പട്ടിണി ഒരു കുടുംബത്തിലും ഇല്ല. വിശപ്പടക്കാനുള്ളതൊക്കെ പ്രകൃതി കൂടി ഈശ്വരൻ ഒരുക്കി തന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഏത് വിധത്തിലാണ് നമ്മൾ ഈ ആദർശത്തെ ലോകത്തേക്ക് പ്രകാശിപ്പിക്കേണ്ടത്? ധീരതയോടെ നിന്നുകൊണ്ട് അനുഭവങ്ങളെ പരിപൂർണമായി ഹൃദയത്തിൽ ബോധ്യപ്പെട്ടുകൊണ്ട് ഇതിനു മുമ്പ് ഈ സംഘത്തിൽ വന്നു ചേരുന്നതിന് മുമ്പ് എന്റെ ഹൃദയ
ഹൃദയത്തിൽ ലഭിച്ചിട്ടില്ലാത്ത ഒരു സുഖവും സന്തോഷവും ഞാൻ അനുഭവിക്കുന്നുണ്ട്. ഈ സംഘത്തിൽ വന്നു ചേരുന്നതിന് മുമ്പ് എന്റെ ഹൃദയത്തിൽ ലഭിച്ചിട്ടില്ലാത്ത ഒരു സുഖവാനന്ദവും എനിക്ക് ലഭിക്കുന്നുണ്ട്. ആശ്വാസം ഞാൻ അനുഭവിക്കുന്നുണ്ട്. ഇത് മറ്റുള്ളവരോട് പറയേണ്ടത് എന്റെ കടമയാണ് മറ്റുള്ളവരോട് പറയേണ്ടത് എന്റെ കടമയാണ് എന്നുള്ള തീവ്രമായ ജ്ഞാനവൈരാഗ്യത്തോടുകൂടി പലരോട് പരന്മാരോട് ഇത് പറഞ്ഞു ഇപ്പോഴത്തെ പുതിയ രീതി അനുസരിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ മുഖഭാവം ഒന്ന് മാറിയാൽ അവിടെ നിന്ന് മാറിപ്പോരും. പണ്ട് അങ്ങനെയല്ല. ഉപദ്രവിക്കാൻ വടിയും കൊണ്ട് വന്നാലും പൊഴുതുകൊണ്ട് നിന്ന് പറയും എന്റെ ഭഗവാന്റെ നാമത്തിൽ ഞാൻ ഈ അടി കൊള്ളൂ എന്ന് പറയും. അങ്ങനെ അടി കൊണ്ടിട്ടുണ്ട്. എന്റെ സന്താനങ്ങൾ അങ്ങനെ അടി കൊണ്ടിട്ടുണ്ട് എന്റെ നാമം ലോകത്തിൽ പറയുവാൻ വേണ്ടി. ഇന്ന് നിങ്ങൾക്ക് ആ അവസ്ഥകളൊന്നുമില്ല. ധീരരായി നിന്നുകൊണ്ട് ഇന്നതുപോലൊരു പ്രദേശത്ത് എന്റെ ഉടമസ്ഥൻ സ്ഥാപിച്ച ദിവ്യമായ സ്ഥാപനത്തിൽ മാറ്റമില്ലാതെ എന്റെ ഗുരുനാഥൻ വാഴുന്നു. മാറ്റമില്ലാത്തവൻ മരണമില്ലാത്തവൻ പരമഗുരു വാഴുന്നു. മടിയും വിചാരിക്കാതെ ആക്ഷേപങ്ങളും പരിഹാസങ്ങളും നിന്ദകളും ഒന്നും ഹൃദയത്തിലേക്ക് എടുക്കാതെ പല വിധത്തിൽ എതിർപ്പുകൾ ഉണ്ടാവാം. യുക്തിവാദ ചിന്തകൾ ഉണ്ടാവാം. പല വിധത്തിലുള്ള പഴയതിനേക്കാൾ ഉപരിയായ പല കാര്യങ്ങളും ഇന്ന് ലോകത്തിലുണ്ട്. ഇതിനെതിരായിട്ട് കാരണം ഒരു ജാതി ഒരു മതം ഒരു ദൈവമെന്ന തത്വത്തിൻ പ്രകാരം ഇതിനെ വളർത്തിക്കൊണ്ടുവരുവാനാണ് ഞാൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ആ വിധത്തിൽ ഇതിനെ പ്രവർത്തിപ്പിക്കുമ്പോൾ ആ വേർതിരിവിലൂടെ മുതലെടുക്കുന്ന അനേകം സംഘടനകൾ ഇന്ന് ലോകത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. ആ വേർതിരിവില്ലെങ്കിൽ അവർക്ക് നിലനിൽപ്പില്ല. അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഒരിക്കലും ഇതിനോട് ഇഷ്ടം തോന്നുകയില്ല. വിഭജിപ്പിച്ച് ഭരിക്കുക എന്ന് പറയുന്ന ഒരു രീതിയിലാണ് ഇപ്പോ ഈ മതങ്ങളും രാഷ്ട്രീയങ്ങളും ഒക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ആവശ്യമില്ലാത്ത കോലാഹലങ്ങൾ ഉണ്ടാക്കുക, അവിടുന്ന് ഒരു ഗ്രൂപ്പ് തിരിക്കുക, അപ്പൊ ഒരു ഗ്രൂപ്പിന് ലീഡർ ആവുക, അപ്പൊ മറ്റേ ഗ്രൂപ്പിന് ലീഡറായി, അപ്പൊ ഒരു ലീഡർ നിന്നെടുത്ത് 3 ലീഡറായി. ഇങ്ങനെ പല കാര്യങ്ങളാണ് ലോകത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ളവർക്ക് ഒരിക്കലും ഇത് അങ്ങോട്ട് ഇഷ്ടപ്പെടുകയില്ല. അപ്പൊ തീർച്ചയായും അങ്ങനെയുള്ളവരെ നമ്മൾ നേരിടുമ്പോൾ ഒരു വിധത്തിലും അവരിൽ നിന്നൊരു ഉപദ്രവം നമുക്ക് കേൾക്കാതെയും എന്നാൽ നമ്മുടെ ഉദ്ദേശം പൂർത്തിയാവുകയും ചെയ്യത്തക്ക വിധം ആത്മശുദ്ധിയോടുകൂടി നിന്ന് പ്രവർത്തിക്കണം എന്ന് ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. ബലമുള്ള ആയുധം കൊണ്ട് മാത്രമേ കാര്യങ്ങൾ കൃത്യമായി ചെയ്യാൻ കഴിയുള്ളൂ. ആ ബലം ഉണ്ടാകേണ്ടത് നിയമജീവിതത്തിലൂടെയാണ്. നിയമം പാലിക്കാതെ പാലിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പോയാൽ ഒരിക്കലും ഈ കാര്യം പൂർത്തിയാക്കാൻ പറ്റുകയില്ല. വിളയാത്ത വിത്ത് കിളിർത്തൊരു ഫലം ഉണ്ടാവുകയില്ല. അതുകൊണ്ട് നല്ലതുപോലെ വിളയണം. എങ്ങനെ വിളയണം? നിയമജീവിതത്തിൽ കൂടി ശുദ്ധീകരിക്കപ്പെടുമ്പോഴാണ് ആ വിളവ് ഉണ്ടാകുന്നത്. പാകപ്പെടുന്നത് അപ്പോഴാണ്. അപ്പൊ അതിനിടയിൽ പലവിധ പരീക്ഷണങ്ങളും ഒക്കെ വരും. ആ പരീക്ഷണങ്ങളെല്ലാം അതിജീവിക്കണം. അതാണ് മായാലോകത്തെ ജയിക്കുക എന്ന് പറയുന്നത്. അല്ലാതെ മായയെ തോൽപ്പിച്ച ആർക്കും ഒന്നും ചെയ്യാൻ പറ്റുകയില്ല. ഈ മായാലോകത്തിൽ ജീവിച്ചുകൊണ്ട് തന്നെ മായയെ
നമ്മുടെ അധീനതയിലാക്കുന്നതാണ് മായയെ ജയിക്കുക എന്ന് പറയുന്നത്. മായയെ നമ്മുടെ അധീനതയിലാക്കുന്നതിനാണ് മായയെ ജയിക്കുക എന്ന് പറയുന്നത്. നമ്മുടെ അനുവാദമില്ലാതൊരു ചിന്ത ഉണ്ടാവുകയില്ല. നമ്മുടെ അനുവാദമില്ലാതെ ഒരു വാക്ക് വരികയില്ല. നമ്മുടെ അനുവാദമില്ലാതെ ഒരു പ്രവൃത്തി ഉണ്ടാവുകയില്ല. എങ്ങനെയാണെങ്കിൽ തപോവൃത്തിയോടുകൂടിയുള്ള ജീവിതം ചെയ്യുകയാണെങ്കിൽ ആ തപോവൃത്തിയാണ് നിയമജീവിതമായി നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. ഇപ്പൊ 4 നാൾ ആചാരം 3 നാൾ വിശുദ്ധവ്രതം എന്ന ചിട്ടപ്രകാരം ഓരോരുത്തരും ഭവനത്തിൽ കൃത്യതയോടുകൂടി ജീവിതം ചെയ്താൽ നമ്മൾ അറിയാതെ തന്നെ നമ്മളിലേക്ക് ആ വിശുദ്ധിയും സൗഭാഗ്യങ്ങളും അങ്ങനെ വന്ന് നിറയും. ആ വിശുദ്ധിയിലാണ് ഈ ജ്ഞാനവിത്ത് പാകപ്പെടുന്നത്. ആ പാകപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് എവിടെ കൊണ്ടുപോയി വേണമെങ്കിലും വിതയ്ക്കാം. എവിടെ വീണാലും ഏത് പാറപ്പുറത്ത് വീണാലും ഇത് കിളിർക്കും. സാധാരണ വിത്ത് പാറപ്പുറത്ത് വീണാൽ കിളിർക്കുകയില്ലല്ലോ. എന്നാൽ ഈ ജ്ഞാനവിത്ത് രൂപാന്തരപ്പെട്ടു കഴിഞ്ഞാൽ പാറപ്പുറത്ത് കൊണ്ടിട്ടാൽ അതിനകത്തേക്ക് ഇത് വേരിറക്കും. അത്ര ശക്തിയുള്ള വിത്താണ് ജ്ഞാനവിത്ത്. ആ ജ്ഞാനവിത്താണ് ആത്മാവായി നിന്നിൽ സ്ഥിതി ചെയ്യുന്നത്. അത് ആ മൂലവിത്തായി ഉള്ളത് ഇവൻ, ജന്മവിത്തായി ഉള്ളത് ഇവൻ, ജന്മാന്തര ജ്ഞാനം ഇവൻ എന്ന് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ടാണ്. അപ്പൊ ആ വിത്ത് പൂർണ്ണമായും പാകപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് ധൈര്യമായിട്ട് ആരോട് വേണമെങ്കിലും പറയാം. അപ്പൊ നിങ്ങൾ ഒരുപക്ഷെ ചിന്തിക്കുകയോ ഞങ്ങളപ്പോ പാകപ്പെട്ടോ ഇല്ലയോ എന്ന് എങ്ങനെ അറിയും? നിങ്ങൾക്കിതിൽ നിന്നൊരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ? ആ അനുഭവം പറയുക. അപ്പൊ അത് നിങ്ങളിലുള്ള അനുഭവമായതുകൊണ്ട് അത്രയും നിങ്ങൾ പാകപ്പെട്ടു എന്ന് തന്നെയാണ്. അങ്ങനെ അനുഭവങ്ങൾ കൂടുതൽ ഉണ്ടാകും തോറും നിങ്ങളിൽ ആ പാകപ്പെടൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അതിനെന്ത് ചെയ്യണം? അഹങ്കാരമില്ലാതെ ജീവിതം ചെയ്യണം. ഇപ്പൊ ഇവിടെ നിന്ന് സാക്ഷി പറഞ്ഞ കുഞ്ഞുങ്ങളാണെങ്കിൽ പോലും ആര് തന്നെയായാലും എന്തെങ്കിലുമൊക്കെ അനുഭവങ്ങൾ ഈശ്വരകാരുണ്യത്താൽ ഉണ്ടാകുമ്പോ വീണ്ടും ഉണ്ടാകണമേ എന്ന ആശ്രയവും ഭക്തിയുമാണ് ഉണ്ടാകേണ്ടത്. അല്ലാതെ എനിക്ക് അങ്ങനെ ഉണ്ടായി, എനിക്ക് ഇങ്ങനെ ഉണ്ടായി എന്ന് അഹങ്കരിച്ചാൽ, അപ്പോ ഒരു സന്ദർഭം വന്നാൽ അത് പറയാതിരിക്കണമെന്നല്ല. ഇപ്പൊ സാക്ഷീകരണം എന്നൊരു നിയമം തന്നെ വെച്ചിരിക്കുന്നത് എന്തിനാണ്? ഈ അനുഭവജ്ഞാനം മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ്, അല്ലാതെ കഥകൾ പറഞ്ഞു കേൾപ്പിക്കാനല്ല. തീർച്ചയായിട്ടും അത് പറയണം, പക്ഷേ ഉള്ളിൽ അഹങ്കാരം ഉണ്ടാകരുത്. എല്ലാം ആ കാരുണ്യമാണെന്നുള്ള തീരുമാനമായിരിക്കണം ഹൃദയത്തിൽ ഉണ്ടാകേണ്ടത്. ആ തീരുമാനത്തോടുകൂടി ഈ സത്യത്തെ മറ്റുള്ളവരിലേക്ക് പ്രകാശിപ്പിച്ചാൽ തീർച്ചയായും അവർക്കൊരു ആകർഷണം ഉണ്ടാകും. ഇപ്പൊ ഇന്ന് നമ്മുടെ ഈ ആരാധനയിൽ തന്നെ അനേകം പുതിയ മുഖങ്ങളുണ്ട്. അതെല്ലാം ഓരോരുത്തരിൽ നിന്നും ഇത് കേട്ടറിഞ്ഞു വന്നവരാണ്. ഇപ്പോഴവര് കണ്ടറിയുകയാണ്. നാളെ അവർക്ക് ഇത് അനുഭവജ്ഞാനമായി മാറും. അങ്ങനെ സർവാത്മാക്കൾക്കും ഈ അനുഭവജ്ഞാനം എത്തിച്ചേരുവാൻ അനുഭവഗുണനിധിയാകുന്ന ജഗദീശ്വരൻ ലോകരംഗത്ത് പ്രത്യക്ഷമായി വാഴണമേ എന്ന് നിങ്ങൾ ഓരോരുത്തരും ഉറ്റു പ്രാർത്ഥിക്കുക. ഉന്നതനാകുന്ന ഗുരുവിന്റെ ആ തിരുഹൃദയം തുറന്ന് പ്രകാശിപ്പിച്ച ആത്മാവിലേക്ക് ദാനം ചെയ്തിരിക്കുന്ന ബ്രഹ്മജ്ഞാനം, അതിൽ യാതൊരു കളങ്കങ്ങളും അനുഭവിക്കാത്ത വിധം ആ അമൂല്യമായ ഒരു രത്നത്തെ നമ്മൾ എപ്രകാരം ഭവനത്തിൽ സൂക്ഷിച്ചു വെക്കുമോ അപ്രകാരം ഈ ബ്രഹ്മജ്ഞാനത്തെ അകതാരിൽ സൂക്ഷിച്ചു വെച്ച് ഒരു കളങ്കങ്ങളും വന്നു കിടക്കാതെയും തസ്കരന്മാർ കൈക്കലാക്കാതെയും എപ്പോഴും സൂക്ഷിച്ച് 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 ജീവിച്ച് ഉന്നതമായ നിത്യാനന്ദത്തിന് അവകാശികളായി തീരുവാൻ ഈശ്വരൻ നിങ്ങളെല്ലാം അനുഗ്രഹിക്കട്ടെ. ഈ ആരാധനയിൽ പ്രകാരം ഒന്ന് പങ്കുചേരുവാൻ അവസരമുണ്ടായ നിങ്ങൾ ഓരോരുത്തരും ഇതാ ഈ ആനന്ദത്തിന് പാത്രീഭൂതരായിരിക്കുകയാണ്.
സമൃദ്ധരായിരിക്കുക. ഇത് മഹാഭാഗ്യമാണ്. ഇത് നിലനിർത്തി ജീവിക്കുവാൻ ഈശ്വരൻ നിങ്ങളെല്ലാം അനുഗ്രഹിക്കട്ടെ. ജീവിക്കുവാൻ ഈശ്വരൻ നമ്മളെല്ലാം എല്ലാ വിദേശ രാജ്യങ്ങളിലും വിദേശരാജ്യങ്ങളിൽ എന്റെ സന്താനങ്ങൾ ആരാധന നടത്തുന്നു. സന്താനങ്ങൾ ആരാധന നടത്തുന്നു. കഴിഞ്ഞ ദിവസം ഓൺലൈൻ വഴിയുള്ള ആരാധന നടത്തി. ഓൺലൈൻ വഴിയുള്ള ആരാധന അതിലും ധാരാളം സന്താനങ്ങൾ പങ്കെടുത്തു. അതൊരു പ്രത്യേക അനുഭവമായി മാറി. അതുപോലെ നടത്തപ്പെടുന്ന എല്ലാ ആരാധനകളിലും കുടുംബങ്ങളിലെ പ്രധാനപ്പെട്ട കർമ്മങ്ങളിലും സദ്ഗുരുവിന്റെ എഴുന്നള്ളത്തും അനുഗ്രഹവും ഉണ്ടാകുവാൻ കാരുണ്യം ചൊരിയുമാറാകട്ടെ. എഴുന്നള്ളത്തും അനുഗ്രഹവും ഉണ്ടാകുവാൻ കാരുണ്യം ചൊരിയട്ടെ. അനുഗ്രഹ വർഷമാണ് നമ്മുടെ ദോഷങ്ങളെ ഒഴിക്കുന്നത്. അങ്ങനെ സർവദോഷങ്ങളും തീർത്ത് സർവശുദ്ധി പ്രാപിച്ച് പരമാത്മരൂപമായി തീരുവാൻ ഓരോ ആത്മാവിനെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഈ ആരാധനയിൽ പങ്കെടുത്ത നിങ്ങളെ ഓരോരുത്തരെയും ഇതാ ദർശിക്കുകയാണ്. എല്ലാ നേർച്ചകളും ഇതാ സ്വീകരിക്കുന്നു. മഹാശക്തി അനുഗ്രഹിക്കട്ടെ. ഉന്നതമായ നമ്മുടെ മഹാഗോപുരം അതിന്റെ എല്ലാ ചൈതന്യത്തോടും കൂടി പൂർത്തീകരിക്കപ്പെടുവാൻ മഹാശക്തി അനുഗ്രഹിക്കട്ടെ. ആത്മദീപത്തെ ആയുരാരോഗ്യത്തോടുകൂടി മഹാശക്തി കരുതട്ടെ. അതുപോലെ രാജഗോപാലിനെയും കുടുംബത്തെയും സ്ഥപതികളെയും ശില്പികളെയും എല്ലാ കർമ്മികളെയും ജഗദീശ്വരൻ കരുതി രക്ഷിക്കട്ടെ. ഉന്നതമായ കർമ്മങ്ങൾ ഓരോന്നും ഉന്നതൻ തന്നെ നേരിട്ട് നടത്തട്ടെ. ഈ വരുന്ന ശനിയാഴ്ച 13-ാം തീയതി കാട്ടുവള്ളി ശാഖാശ്രമത്തിന്റെ വാർഷികമാണ്. അതും അനുഗ്രഹമായി നടത്തപ്പെടുവാൻ ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. 27-ാം തീയതി പൂഞ്ഞാർ ശാഖാശ്രമത്തിന്റെ വാർഷികമാണ്. അതും അനുഗ്രഹമായി നടത്തപ്പെടട്ടെ. ഉന്നതനാകുന്ന ദൈവം തിരുച്ചുദയമായി വന്ന ഉത്രാടം ജന്മനക്ഷത്രവും ആദ്യ തിരുവുടൽ ഉപേക്ഷിച്ച സമാധിനവും എല്ലാം അടുത്തെടുത്ത് വരുന്നുണ്ട്. എല്ലാ ഉന്നതൻ നേരിട്ട് നടത്തുമാറാകട്ടെ. എല്ലാത്തിലും വന്ന് പങ്കുചേരുവാൻ നിങ്ങളെല്ലാം അനുഗ്രഹിക്കട്ടെ. സർവശക്തി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. സർവലോകനാഥൻ നിങ്ങൾക്കായി ലോകത്തിൽ വാഴുമാറാകട്ടെ.